ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ രേവതിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. കാരണം വലിയൊരു കല്യാണ മണ്ഡപത്തിൻ്റെ ഓർഡർ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഓർഡർ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിൽ രേവതിയും സച്ചിയും കൂടെ അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ച് കുറച്ച് വഴിപാടുകളൊക്കെ കഴിച്ച് തിരികെ വരികയാണ്. രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന്. സച്ചി ഉടനെ ചോദിച്ചു, എന്ത് സ്വപ്നം? സച്ചിയേട്ടൻ അത് മറന്നോ? നമുക്ക് ആ ഒരു റൂം പണിയണ്ടേ എന്ന് രേവതി ഓർമ്മിപ്പിച്ചു. ഇതുപോലെ കുറച്ച് മണ്ഡപങ്ങൾ കൂടി അലങ്കരിക്കാൻ കിട്ടിയ നല്ല ക്യാഷ് കിട്ടിയില്ലേ? ഇപ്പോൾ തന്നെ ചെറിയൊരു ഫംഗ്ഷന് ഇത്രയും അധികം കിട്ടിയില്ലേ എന്ന് രേവതി പറഞ്ഞപ്പോൾ സച്ചിയും അത് ശരിയാണ് എന്ന് സമ്മതിച്ചു. അവർ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതിയുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് അവളെ അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി അവനെ കണ്ട് എന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, സാറേ ഷോപ്പിൽ നിന്നും അന്ന് കിട്ടിയ ആ ഒരു മുട്ടയുടെ കാര്യം പറയാൻ വന്നതാണ് എന്ന്. അന്ന് സാർ അത് ഭയങ്കര ടെൻഷനായിരുന്നില്ലേ? പക്ഷേ ആ മുട്ട അവിടെ കൊണ്ടുവച്ചത് ആരാണെന്ന് ഇപ്പോൾ പിടികിട്ടിയെന്ന് അവൻ പറഞ്ഞതും ശ്രുതിക്ക് അത് കേൾക്കാൻ ആകാംക്ഷയായി. ആരാടാ അത് ചെയ്തത്? ഈ വീട്ടിലെ ആരെങ്കിലുമാണോ? സച്ചിയെ നോക്കിക്കൊണ്ടായിരിക്കട്ടെ ശ്രുതി ചോദിക്കുന്നത്. അന്നേരം ആ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട്, അതൊന്നും അവരല്ല. ആ തൊട്ടടുത്തൊരു ATMലെ സെക്യൂരിറ്റിക്കാരനില്ലേ, അയാളാണ്. എന്ത് സെക്യൂരിറ്റിക്കാരനോ? അയാൾക്ക് എന്നോട് എന്തിനാ ഇത്ര ശത്രുത എന്ന് ശ്രുതി അത്ഭുതപ്പെടുമ്പോൾ അവൻ കാര്യം വിശദീകരിച്ചു. സാറേ, അയാളും കൊച്ചുമകനും കൂടെ മുട്ട വാങ്ങി വരുമ്പോൾ മഴ പെയ്തപ്പോൾ കടയുടെ മുന്നിൽ കയറി. അങ്ങനെ അവർ കടയുടെ മുന്നിൽ കയറി നിന്നതാണ്. പോകുമ്പോൾ മുട്ട അവിടെ മറന്നു വെച്ചു. ആ കൊച്ചു തമാശക്ക് ആ മുട്ടയിൽ കണ്ണും മൂക്കൊക്കെ വരച്ചു വെച്ചതായിരുന്നു. അല്ലാതെ ഇതാരും മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ല. ഇത് കേട്ടപ്പോൾ എല്ലാവരും അങ്ങ് ചിരിച്ചുപോയി. ഇത് കേട്ട് രവീന്ദ്രൻ ചന്ദ്രമതിയോട് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ മകന് വിദ്യാഭ്യാസമുണ്ടെന്നേ ഉള്ളൂ, തലയിൽ ഒട്ടും തന്നെ വിവരമില്ല. ആ കാര്യം ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. ചന്ദ്രമതിക്ക് എന്ത് പറയണമെന്നറിയില്ല. പിന്നീട് രേവതി പതിവ് പോലെ തന്നെ പൂ കെട്ടാൻ പോയപ്പോൾ ഒരുത്തൻ അവളുടെ പിന്നാലെ വന്നത് ശ്രദ്ധിച്ചു. അവൻ വന്ന് രേവതിയോട് പറയുന്നുണ്ട്, അയ്യോ കഴിഞ്ഞ ദിവസം പേര് ചോദിച്ചതിന് സോറി കേട്ടോ, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ് എന്നൊക്കെ പറയും. രേവതി അവനെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങളെന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത് എന്ന്? എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് വരുന്നത്. എൻ്റെ മനസ്സിൽ നിങ്ങൾക്കായി ഒരു പേര് വരെ ഉണ്ടെന്നൊക്കെ അവൻ ഇങ്ങനെ തട്ടിവിടുന്നത് കേട്ടിട്ട് രേവതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. രേവതി വേഗം തന്നെ അവിടെ നിന്ന് സച്ചിയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. സച്ചി ഉടനെ തന്നെ പറയുന്നുണ്ട്, അവൻ ഇനി ശല്യം ചെയ്യുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് കുരുമുളക് പൊടി കരുതിക്കൊള്ളാൻ പറയും. രേവതി കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അതിന് ഇവിടെ ഓംലെറ്റ് ഉണ്ടാക്കാനൊന്നുമില്ലല്ലോ എന്ന്. അന്നേരം സച്ചി പറഞ്ഞിട്ട്, ഞാൻ പെപ്പർ സ്പ്രേയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന്. അവൻ വന്നാൽ അത് അങ്ങോട്ടേക്ക് അടിച്ചാൽ മതിയെന്ന് പറയും. ഇതേ സമയത്ത് തന്നെ വർഷ വീട്ടിലേക്ക് വന്നപ്പോൾ ശ്രീകാന്ത് മുറിയിലുണ്ടായിരുന്നു. വൈകുന്നേരം തൻ്റെ കൂടെ ബർത്ത്ഡേ പാർട്ടിക്ക് വരാമോ എന്ന് വർഷ ചോദിച്ചു. താൻ സൗണ്ട് കൊടുക്കുന്ന സീരിയലിലെ നായികയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് വരാമെന്ന് സമ്മതിക്കാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ശ്രീകാന്ത് ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലെ പ്രിയ മാഡം വിളിച്ചു. ഒരു ഫംഗ്ഷൻ ഓർഡർ ഉണ്ട് എന്നും ഉടനെ തന്നെ എത്തിക്കണമെന്നും പറഞ്ഞപ്പോൾ ശ്രീകാന്ത് വർഷയോട് പറ്റില്ല എന്ന് പറയേണ്ടി വന്നു. ഇത് വർഷയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്നെക്കാളും പ്രധാനം നിങ്ങൾക്ക് ആ ഒരു മാഡമാണല്ലേ എന്ന് പറഞ്ഞ് അവളങ്ങ് ദേഷ്യപ്പെട്ട് ഒറ്റയ്ക്ക് അവിടെ നിന്നും പോയി. വൈകുന്നേര പാർട്ടിയിൽ വർഷയെ എല്ലാവരും നല്ലതുപോലെ തന്നെ സ്വീകരിച്ചു. എന്നാൽ അവിടെ ഫുഡ് ഡെലിവറി ചെയ്യാൻ എത്തിയത് ശ്രീകാന്തും പ്രിയയും കൂടിയായിരുന്നു. ശ്രീകാന്ത് അവിടെ വർഷയെ കണ്ടതും ആകെ ഞെട്ടിപ്പോയി. വർഷക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാനായില്ല. അവൾ പാർട്ടിക്കിടയിൽ നിന്നും ഇറങ്ങിപ്പോയി. ശ്രീകാന്ത് പിന്നാലെ ചെന്ന് ഇത് ജോലിയുടെ ഭാഗമാണെന്ന് വിശദീകരിക്കാൻ നോക്കിയെങ്കിലും വർഷ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് രേവതി പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാമാൻഡിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ വെച്ച് ബാമാൻഡി ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി. ചന്ദ്രമതിക്ക് വക്കീൽ കൊടുത്ത ആ ഒരു പണം നഷ്ടമായപ്പോൾ ശ്രുതി തൻ്റെ താലിമാല വിറ്റ് ആ ഒരു 2 ലക്ഷം രൂപ ബാമാൻഡിയെ ഏൽപ്പിച്ചുവെന്നും അത് അൽമാറയിൽ നിന്നും കിട്ടിയതാണെന്നും പറഞ്ഞ് ചന്ദ്രമതിക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ബാമാൻഡി ആ കാര്യങ്ങളൊക്കെ രേവതിയോട് പറയാണ്. ഇത് കേട്ട് രേവതി ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. ശ്രുതി ഇത്രയും വലിയൊരു ത്യാഗം എന്തിനാണ് ചെയ്തതെന്ന് അവൾക്ക് സംശയമായിരുന്നു. രേവതി തിരികെ വന്ന് സച്ചിയോട് ഈ ഒരു കാര്യമെല്ലാം പറഞ്ഞപ്പോൾ സച്ചിക്ക് ശരിക്കും സംശയമായി. 2 ലക്ഷം രൂപ മോഷ്ടിച്ച കള്ളം തന്നെയായിരിക്കും അത് തിരിച്ചു കൊടുക്കാനും സാധ്യത എന്നും ചിലപ്പോൾ ശ്രുതി തന്നെയായിരിക്കുമോ ആ ഒരു പണം മോഷ്ടിച്ചത് എന്നും സച്ചി സംശയം പ്രകടിപ്പിച്ചു. അധികം വൈകാതെ തന്നെ രേവതിയും വർഷയും ചേർന്ന് ശ്രുതിയെ ചോദ്യം ചെയ്തു. നീ എന്തിനാണ് നിന്റെ താലിമാല പണയം വെച്ചിട്ട് ഈ പണം കൊടുത്തത് എന്ന് രേവതി ചോദിച്ചപ്പോൾ ശ്രുതി ആകെ വിക്കിപ്പോയി. ബാമാൻഡി തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞത് എന്നറിഞ്ഞപ്പോൾ ശ്രുതിക്ക് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. ശ്രുതി പണം വെറുതെ കളയുന്ന കൂട്ടത്തിലല്ല എന്നും ഇതിന് പിന്നിൽ എന്തോ വലിയ രഹസ്യമുണ്ട് എന്നും രേവതിയും വർഷയും ഉറപ്പിച്ചു. ഇതിനിടയിൽ സച്ചിയുടെ ആ ഒരു കൂട്ടുകാരൻ രേവതിയുടെ വീട് കണ്ടുപിടിച്ച് ഒരു കല്യാണാലോചനയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. രവീന്ദ്രനോട് തൻ്റെ ഇഷ്ടം അവൻ തുറന്നു പറഞ്ഞു. സച്ചി അങ്ങോട്ടേക്ക് വന്നപ്പോൾ കാണുന്നത് തൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ അനുവാദം ചോദിക്കുന്ന ഒരു കൂട്ടുകാരനെയാണ്. സച്ചി ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു,
നീ ഇത് ആരെക്കുറിച്ചാടായി പറയുന്നത്? അവൻ രേവതിയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ പമ്പര വിടി, ഇതെൻ്റെ ഭാര്യയാണ്, നീ അവളുടെ കഴുത്തിൽ താലിയും നെറ്റത്തെ കുങ്കുമൊന്നും കണ്ടില്ലേ എന്ന് അവൻ ചോദിച്ചു. അതോടുകൂടെ തന്നെ അവൻ ആകെ വിയർത്തു. ശ്രുതിയുടെ കള്ളത്തരങ്ങളും രേവതിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങളും കൊണ്ട് സച്ചിയുടെ ആ ഒരു പഴയ കൂട്ടുകാരൻ അബദ്ധം മനസ്സിലാക്കി മാപ്പ് പറഞ്ഞ് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടുവെങ്കിലും ആ വീട്ടിലെ അന്തരീക്ഷം അങ്ങനെയൊന്നും ശാന്തമായിരുന്നില്ല. സച്ചേട്ടൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ശ്രുതി എന്തിനാണ് ഇത്രയധികം വലിയൊരു നാടകം കളിച്ചത് എന്ന ചോദ്യം രേവതിയെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. രേവതിയും വർഷയും ചേർന്ന് ശ്രുതിയെ മുറിയിൽ വെച്ച് ഒന്നുകൂടെ ചോദ്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം രേവതി ശ്രുതിയുടെ മുറിയിലേക്ക് ചെന്നു. കൂടെ വർഷയും ഉണ്ടായിരുന്നു. രേവതി വളരെ ശാന്തമായി തന്നെ പറഞ്ഞു, ശ്രുതി, നീ ആ പണം എടുത്തത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. അത് തിരിച്ചു കൊടുത്തത് നിന്റെ താലിമാല വിറ്റിട്ടില്ല എന്നും ഞങ്ങൾക്കറിയാം. ശ്രുതി ആദ്യമൊന്ന് പതറിയെങ്കിലും പിന്നീട് ഇങ്ങനെ കള്ളച്ചിരിയോടുകൂടെ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് എന്തിനാണ് ആ പണം എന്നൊക്കെ. അപ്പോഴാണ് വർഷ തൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആ ഒരു സംഭാഷണം കേൾപ്പിക്കുന്നത്. ശ്രുതിയും ആന്റണിയും കൂടെ ആ ഒരു പണത്തെക്കുറിച്ച് സംസാരിക്കുന്നതെല്ലാം തന്നെ വർഷ നേരത്തെ തന്നെ ഒളിഞ്ഞു കേട്ടിരുന്നു. ആന്റണിയും നവീനും ചേർന്നുകൊണ്ട് തന്നെ അവൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് പെട്ടെന്ന് തന്നെ പണം കൊടുക്കാനെന്ന് ശ്രുതി അവർ പണം കൊടുത്തതു എന്നും ആന്റണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രുതി പണം മോഷ്ടിച്ചത് എന്നെല്ലാം തന്നെ പിന്നീട് ബാമാൻഡിയുടെ സഹായത്തോട് അത് വെളുപ്പിക്കാൻ നോക്കിയതാണെന്നും ആ സംഭാഷണത്തിൽ നിന്നും വ്യക്തമായിരുന്നു. സത്യം പുറത്തായതോടുകൂടി തന്നെ ശ്രുതിയുടെ നിയന്ത്രണം വിട്ടു. അവൾ കരഞ്ഞുകൊണ്ട് രേവതിയുടെ കാൽക്കൽ വീണു. സച്ചിയേട്ടനോട് ഇതൊരിക്കലും പറയരുത് രേവതി. എല്ലാ സത്യങ്ങളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി കെഞ്ചി. പക്ഷേ രേവതി പറയുന്നുണ്ട്, നീ ചെയ്തത് വലിയൊരു ചതി തന്നെയാണ് ശ്രുതി. പാവം ചന്ദ്രമതി അമ്മ നിന്നെ എത്രമാത്രം വിശ്വസിച്ചിരിക്കുന്നു, നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഈ സത്യം എല്ലാവരും അറിയണമെന്ന് തന്നെ പറയാണ് രേവതി. പിറ്റേന്ന് രാവിലെ രേവതി എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു കൂട്ടി. സച്ചിയും രവീന്ദ്രനും ചന്ദ്രമതിയും അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. രേവതി ഓരോ കാര്യങ്ങളായിട്ട് വിശദീകരിച്ചു. ശ്രുതി മോഷ്ടിച്ച പണം തന്നെയാണ് ബാമാൻഡിയെ ഏൽപ്പിച്ചത് എന്നും അത് സ്വന്തം കയ്യിൽ നിന്നുള്ള പണമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നും രേവതി തെളിവ് സഹിതം തന്നെ പറഞ്ഞു. ചന്ദ്രമതിക്ക് പെട്ടെന്ന് അത് വിശ്വസിക്കാനൊന്നും കഴിഞ്ഞില്ല. തൻ്റെ പ്രിയപ്പെട്ട മരുമകൾ ഇത്രയും വലിയൊരു കള്ളിയാണെന്നറിഞ്ഞപ്പോൾ ചന്ദ്രമതി ആകെ തകർന്നുപോയി. സച്ചി ദേഷ്യപ്പെട്ട് ശ്രുതിയെ വീട്ടിൽ നിന്നും ഇറക്കി വിടാനൊക്കെ ഒരുങ്ങി. എന്നാൽ രേവതി അവനെ തടഞ്ഞു. ശിക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് അവളെ തിരുത്തുന്നതാണ് എന്ന് രേവതി പറഞ്ഞു. ശ്രുതി തൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് എല്ലാവരോടും മാപ്പ് ചോദിക്കാണ്. ആന്റണിയുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കാമെന്ന് അവൾ എല്ലാവർക്കും ഉറപ്പ് നൽകി. ചന്ദ്രമതി പതുക്കെ രേവതിയുടെ സ്നേഹവും സത്യസന്ധതയും മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. കുടുംബത്തിൽ സമാധാനം തിരിച്ചു വന്നെങ്കിലും ശ്രുതിക്ക് എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കാൻ ഇനിയും ഒരുപാടധികം ദൂരം സഞ്ചരിക്കേണ്ടി വരുമെന്ന് ഉറപ്പായിരുന്നു. സച്ചിയും രേവതിയും തങ്ങളുടെ പുതിയ സ്വപ്നത്തിലേക്ക് ഒരുമിച്ച് ചുടുവെക്കുന്നതോടുകൂടെ തന്നെ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ